അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. കസുറ കലാമുഹു മാത്ത കൽബുഹു പിന്നെ സംസാരം അധികരിച്ചാൽ കൽബ് മരിക്കുന്നതാണ്. കൽബ് മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പ്രവേശിക്കുന്നതുമാണ്. അതുകൊണ്ട് നാം ആവശ്യമില്ലാതെ സംസാരിക്കുന്നതിനെ തൊട്ട് നാം വിട്ടു നിൽക്കുക. നാം ഒരു യഥാർത്ഥ മുസ്ലിമായിട്ട് തന്നെ നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, തൻ്റെ നാവ് കൊണ്ടും കൈകൊണ്ടും മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ളവനാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നാം ചെയ്തിട്ടില്ല എങ്കിൽ നാം മറ്റുള്ളവരുടെ ഈബത്തും നമീമത്തും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരങ്ങളും നോമ്പുകളും ദാനധർമ്മങ്ങളും എല്ലാം മറ്റുള്ളവർ കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് നാം അതേപോലെയുള്ള പരിപാടികൾ നാം നിർത്തിക്കൊണ്ട് അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, എല്ലാവരും സ്വർഗത്തിലാണ് ഇല്ലാ മൻ അബ, സ്വർഗം വേണ്ടെന്ന് വെച്ചവർ ഒഴി. അതാരാണ് സ്വർഗം വേണ്ടെന്ന് വെച്ചവർ? മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. മൻ അസാനി, എന്നെ അനുസരിക്കാതെ ധിക്കരിച്ചവൻ നരകത്തിലും പ്രവേശിക്കുന്നതാണ്. അതുകൊണ്ട് നാം സ്വർഗമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് നാം അത്തിഉല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും, ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, തീർച്ചയായും അല്ലാഹു തആല ക്ഷമാലുക്കളോടൊപ്പമാണ്. അതുകൊണ്ട് നാം നമുക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ വിപത്തുകളിലും എല്ലാ പ്രശ്നങ്ങളിലും ക്ഷമ നാം കൈക്കൊണ്ട് തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിലേക്ക് നാം പരമേൽപ്പിക്കും. അല്ലാഹു തആലയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തുന്നതെന്നുള്ള വിശ്വാസത്തോടു കൂടി ലില്ലാ, അള്ളാഹുവിൻ്റെ പ്രീതിയിലുമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അല്ലാഹു തആല പരിഹാരങ്ങൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.